എം എ ബേബി CPIM ജനറൽ സെക്രട്ടറിയാകും. ശുപാർശ അംഗീകരിച്ച് പൊളിറ്റ് ബ്യൂറോ. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വോട്ടെടുപ്പ് ഉണ്ടാകില്ല. ബംഗാൾ ഘടകം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നുള്ള ആദ്യ ജനറൽ സെക്രട്ടറി. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിൽ. PK ശ്രീമതി തുടരും. പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ്. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും പ്രത്യേക ക്ഷണിതാവായി തുടരും. മുഹമ്മദ് റിയാസ് CC ലീല. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ. മലപ്പുറം വിരുദ്ധ പ്രസ്താവനയിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കും. താൻ മുസ്ലിം വിരോധിയല്ല. പറഞ്ഞത് മലപ്പുറത്തെ ഇതര സമുദായങ്ങളുടെ പിന്നാക്കാവസ്ഥ. ലീഗ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് K സുരേന്ദ്രൻ. പ്രസ്താവന ഏത് സാഹചര്യത്തിലെന്ന് അറിയില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. വെള്ളാപ്പള്ളിയുടേത് വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി. എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ലെന്ന് ആദായ നികുതി വകുപ്പ്. മുൻപ് നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയെന്നും വിശദീകരണം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടിയുമായി വനം വകുപ്പ്. പ്രസിഡന്റിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ ഓണററി പദവി എടുത്തുമാറ്റി. നടപടി നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുമെന്ന പഞ്ചായത്തിന്റെ നിലപാടിൽ. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കോഴിക്കോട് മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായത് അത്താണിക്കൽ ബീച്ച് സ്വദേശി ജാഫർ. കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്ത് എലത്തൂർ പോലീസ്. മകൻ ജംഷീദ് ഗുരുതരാവസ്ഥയിൽ. ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ നിയമമായി. ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബിൽ നിയമമാക്കി വിജ്ഞാപനമിറങ്ങും. നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉടൻ പുറത്തിറക്കും. ബില്ലിൽ അടിയന്തരമായി ഒപ്പുവെച്ചത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 17ാം ദിവസം. അനിശ്ചിതകാല രാപ്പകൽ സമരം 56 ദിവസത്തിലേക്ക്. ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യവുമായി സമരസമിതി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവ്യക്തത തുടരും. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഹർജി. CMRL ഹർജി നൽകിയത് ഡൽഹി ഹൈക്കോടതിയിൽ. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നടപടി കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലേക്ക്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവരുമായി നിർണായക യോഗം ചേരും. സുരക്ഷാ യോഗം നുഴഞ്ഞുകയറ്റങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്തും ഹൈദരാബാദും നേർക്കുനേർ. മത്സരം 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. 3 മത്സരങ്ങൾ തോറ്റ ഹൈദരാബാദിന് മത്സരം നിർണായകം. തുടർച്ചയായ 3ാം ജയം ലക്ഷ്യമിട്ട് ഗുജറാത്ത്.